കൂട്ടുകാരെ, നമ്മൾ ഒരു സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. വാരിയുടെ റീകോൺഫിഗറേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വാരിയുടെ റീകോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാരിയുടെ AC സൈഡ് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. AC സൈഡ് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നു. ഓക്കെ, മൊബൈൽ ഡാറ്റ ഇത് ഓഫാക്കി. ഇനി നമ്മൾ നമ്മുടെ വൈഫൈ എടുത്ത് അതിൽ W തുടങ്ങുന്ന ഒരു വൈഫൈ സിഗ്നൽ വരും. അതായത് നമ്മുടെ ഇൻവെർട്ടർ വൈഫൈ നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. W തുടങ്ങുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ MT 20 വീണ്ടും 20. അതാണ് അതിന്റെ പാസ്വേഡ്. കണ്ടോളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് ഓക്കെ ആക്കി. അപ്പോൾ നമുക്കത് നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയും. നമ്മുടെ നെറ്റ്, നമ്മുടെ ഡോങ്കിള് നമ്മുടെ മൊബൈലുമായിട്ട് കണക്റ്റ് ആയി. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ സോറി 168 അല്ല, 192.168.1.1 ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ലോഗിൻ പേജ് വരും. അതിൽ അഡ്മിൻ എന്ന് ഓൾറെഡി വന്നിട്ടുണ്ടാവും. നമുക്ക് പാസ്വേഡ് ആയിട്ട് വരുന്നത് 1 2 3 4 5 6 7 8 അതുവരെയുള്ള അക്കങ്ങളാണ്. ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ പേജിൽ ഫസ്റ്റ് പേജിൽ തന്നെ വൈഫൈ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. വൈഫൈ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ SSIDയിലെ ആ പരിസരത്ത് കിട്ടുന്ന വൈഫൈയുടെ റേഞ്ചുകളൊക്കെ കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഈ സ്ഥലത്ത് ചെയ്തിട്ടുള്ളത് വൈഫൈ കണക്റ്റഡ് ആണ്, ഡിസ്കണക്റ്റഡ് അല്ല, വൈഫൈ കണക്റ്റഡ് ആണ്. നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇപ്പൊ സെലക്ട് ആയി കിടക്കുന്ന ഈ KVFI അത് തന്നെയാണ് നമ്മുടെ സെലക്ട് ചെയ്യേണ്ട വൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇവിടെ മുകളിൽ തന്നെയുണ്ട്, അത് സെലക്ട് ചെയ്തു. അതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് SREE ശ്രീജിത്ത്. അതിന്റെ പാസ്വേഡ് ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ, വൈഫൈ റീകോൺഫിഗറേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് മുമ്പ് ഉപയോഗിച്ച ഇതിങ്ങനെ മെമ്മറിയിൽ നിന്ന് എടുത്ത് കളയൂലേ, അങ്ങനെ എടുത്ത് കളയാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നമ്മുടെ വൈഫൈ വാരി ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കിട്ടും. നെറ്റ് ഓൺ ആക്കണം. നെറ്റ് ഓൺ ആക്കിയിട്ട് വൈഫൈ ഓഫ് ആക്കാം. നെറ്റ് ഓൺ ആക്കിയിട്ട് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ കിട്ടും. നമുക്ക് ഇതിവിടെ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് AC സൈഡ് ഓഫ് ആക്കിയത് കൊണ്ടാണ് ഫോൾട്ട് മെസ്സേജ് എടുക്കുന്നത്. അത് അടുത്ത അപ്ഡേഷനിൽ നോർമലായി വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ.